ஐயா வணக்கம். தமிழ்நாட்டில் கள்ளக்குறிச்சியில 50 பேர் எப்படி 50 பேர் கள்ளச்சாராய அருந்தி உயிரை விட்டுருக்காங்க. ஆனா நம்மளோட விஜயனோட ஃபேன்ஸ் வந்து உலகம் பூரா அவரோட படங்களை ரீரிலீஸ் பண்றாங்க, பர்த்டே செலிப்ரேஷனை பட்டே கலப்புறாங்க, மகிழ்ச்சி அடைகிறாங்க. ஆனா ஒரு வார்த்தை, இந்த அரசியலுக்கு எதிராக ஒரு வார்த்தை நீங்க பேசினா போதும்னா ட்விட்டர்ல எல்லாம் நீங்க பேச வேணாம். நீங்க அந்த ஊர் ஜனங்க மத்தியில இறங்கி ஒரே ஒரு வார்த்தை பேசினா போதும்னா பட்டே கலப்பிடுவோம்னா அப்படித்தான் உங்களோட ஃபேன்ஸ் எல்லாம் சொல்லிக்கிட்டு இருக்காங்க. ஆனா நீங்க பேச விரும்பல. உங்களோட எல்லா அரசியல் ஈடுபாடுகளும் ட்விட்டர்ல தான் போயிட்டு இருக்கு. ஏன்னா இப்படி அந்த பவன் கல்யாணம் பாருங்கன்னா அப்படித்தான் எல்லாருமே சொல்லிக்கிட்டு இருக்காங்க. தமிழ்நாட்டில் இவ்வளோ பெரிய ஒரு அலட்சியம் ஏற்பட்டதுக்கு அப்புறம் நீங்க ட்விட்டர்ல மட்டும் ஏன்னா இப்படி பேசுனீங்க? வாண்ணா நீங்க வந்து ஜனங்களோட மத்தியில நில்லுன்னா நீங்க அப்படித்தான் எல்லாரும் பேசிக்கிட்டு இருக்காங்க. இல்லைன்னா நீங்க ஸ்டாலினோட கொத்தடிமைன்னு சொல்ல வேண்டியதா இருக்கும்னா. கமலஹாசன் வெறும் அடிமை, ஆனா நீங்க ஸ்டாலினோட கொத்தடிமை அப்படி சொல்ல வேண்டியதா இருக்கும்னா தயவு செஞ்சு வாங்கண்ணா, இதெல்லாம் நிப்பாட்டி வாங்கண்ணா. എന്നാണ് തമിഴ്നാട്ടിലെ നാട്ടുകാർ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഭവം വേറെ ഒന്നുമില്ല. തമിഴ്നാട്ടിലെ കരുണാപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമം, ഈ കരുണാപുരം ഗ്രാമമുള്ളത് കള്ളക്കുറിച്ചിയിലാണ്. ഈ കള്ളക്കുറിച്ചിയിൽ 50 പേർ വിഷമദ്യം അല്ലെങ്കിൽ വ്യാജമദ്യ ദുരന്തത്തിൽ അന്തരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് തമിഴ്നാട്ടിൽ ഇപ്പം ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ വ്യാജമദ്യ ദുരന്തം ഉണ്ടായി എന്ന് കേട്ടപ്പോൾ തന്നെ ആദ്യം ജനങ്ങൾ വിചാരിച്ചത് വ്യാജമദ്യം എന്ന് പറയുന്ന സംഭവം തമിഴ്നാട്ടിൽ ബാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ബാൻ ചെയ്ത ഒരു കാര്യം എങ്ങനെയാണ് തമിഴ്നാട്ടിൽ വീണ്ടും തിരിച്ചു വരുന്നത് എന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള അലക്ഷ്യം ഇതിനകത്തുണ്ടെന്നും സർക്കാർ ഇതിൽ വലിയ രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്നും 1 വർഷം മുമ്പേ അവിടുത്തെ ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടും യാതൊരുവിധ നടപടികളും എടുത്തില്ല എന്നുള്ള റിപ്പോർട്ടുകളും പലതും പുറത്തു വരുന്നത്. എന്നിട്ട് പോലും തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഗവൺമെന്റിനെതിരെ ഒന്ന് വലിയ രീതിയിൽ ശബ്ദമുയർത്താൻ പോലും അവിടെയുള്ള ആൾക്കാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് പരമ കഷ്ടമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ നമുക്ക് കരുണാപുരത്തിലേക്ക് വരാം. കള്ളക്കുറിച്ചി എന്ന് പറയുന്ന പ്രദേശം, അവിടെ കരുണാപുരം ഗ്രാമം, ഈ കരുണാപുരം ഗ്രാമത്തിലാണ് വ്യാജ മദ്യ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഈ കള്ളക്കുറിച്ചിയിലെ കരുണാപുരം ഗ്രാമത്തിൽ 2 ദിവസം മുമ്പ്, അതായത് ഈ വ്യാജമദ്യ ദുരന്തം ഉണ്ടാകുന്നതിന് 2 ദിവസം മുമ്പ് അവിടെ ഇതേ വ്യാജമദ്യം കുടിച്ച് 2 പേര് ആശുപത്രിയിലാവുന്നു. ഇവർ ആശുപത്രിയിലേക്ക് പോകുന്നു, ഇവർ മരിച്ചു വീഴുന്നു, ഇവരുടെ ഫ്യൂണറൽ സെറിമണി നടക്കുന്നു, അതായത് ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. ഈ സംസ്കാര ചടങ്ങുകളിലും വ്യാജമദ്യം വിതരണം ചെയ്യുന്നു. ഈ സംസ്കാര ചടങ്ങുകളിൽ വിതരണം ചെയ്ത വ്യാജമദ്യം കുടിച്ചാണ് ഇപ്പോൾ 100 പേരിൽ കൂടുതൽ ആശുപത്രിയിലും 50 പേർ മരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പേർ വ്യാജമദ്യം കുടിച്ച് മരിച്ചപ്പോൾ തന്നെ ഈ കരുണാപുരം നിവാസികൾ ഇത് പോലീസിനെ അറിയിച്ചിരുന്നു. പോലീസ് കളക്ടറെ അറിയിച്ചു. കളക്ടർ വന്ന് പരിശോധിച്ചിട്ട് കളക്ടർ പറഞ്ഞത് അവർ വ്യാജമദ്യം കുടിച്ച് മരിച്ചതല്ല, മറിച്ച് അവർക്ക് ഫിക്സ് വന്ന് മരിച്ചതാണ് എന്നാണ് കളക്ടറായിട്ടുള്ള ശ്രാവൺ കുമാർ പറഞ്ഞത്. അപ്പോൾ കളക്ടർക്ക് ഇതിൽ എന്താണ് ഒരു താല്പര്യം എന്നുള്ളത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യാജമദ്യം നിർമ്മിക്കുന്ന ആൾക്കാരുടെ വീടുകളും അവരും എല്ലാം പോലീസ് സ്റ്റേഷന് 300 മീറ്റർ പരിധിയിലാണ് ഉള്ളത് എന്ന് അവിടെയുള്ള നാട്ടുകാർ പറയുന്നു. ഈ പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ് ഇവർ ഈ വ്യാജമദ്യം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഗ്രാമത്തിൽ എന്നും ഇവർ പറയുന്നു. ഇതിന് 1 വർഷം മുമ്പ്, അതായത് ഈ വ്യാജമദ്യം ദുരന്തം നടന്ന 50 പേർ മരിച്ച ഇതിന് 1 വർഷം മുമ്പ് നേരത്തെ വില്ലുപുരം എന്ന് പറയുന്ന വേറൊരു ഗ്രാമത്തിൽ, ഈ കള്ളുക്കുറിച്ചിയിൽ നിന്നും 100 കിലോമീറ്റർ അപ്പുറത്താണ് വില്ലുപുരം, അവിടെയും സമാനമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അവിടെയും സമാനമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ട് അത് ലോകം അറിഞ്ഞില്ല, പുറം ലോകം അറിഞ്ഞില്ല. എന്നാൽ ഇന്ന് കള്ളുക്കുറിച്ചിയിൽ നടക്കുന്ന ആ വ്യാജമദ്യ ദുരന്തം മുഴുവൻ ആൾക്കാരും അറിയുകയാണ്. പുറം ലോകം അറിയാതെ ആ വില്ലുപുരത്തിലെ ആ വ്യാജമദ്യ ദുരന്തത്തെ ഒതുക്കി തീർക്കുകയായിരുന്നു എന്ന് പറഞ്ഞൊരു ആക്ഷേപമുണ്ട്. അതിനുശേഷമാണ് ഇവിടെ കള്ളുക്കുറിച്ചിയിൽ ഇത് വരുന്നത്. ഇവിടെ വ്യാജമദ്യം സപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടെയുള്ള ജനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കും. നമ്മുടെ കണ്ണൂർ ബോംബ് പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞ് സീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജീവൻ പണയം വെച്ച് രംഗത്തെത്തിയില്ലേ, അതുപോലെ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ വ്യാജമദ്യം വിതരണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവർ പോയി പരാതി കൊടുക്കുമ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്ന ആൾക്കാരുടെ അഡ്രസ്സും വീടും പേരും അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളും അവരുടെ ബന്ധുക്കളുടെയും സകല ഡീറ്റെയിൽസും ഈ വ്യാജമദ്യ ലോബിയുടെ കയ്യിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ ആക്ഷേപമുണ്ട്. അങ്ങനെ രാത്രി അവർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്, ഭീഷണിപ്പെടുത്തുകയാണ് ഇവർ. അതുകൊണ്ട് പോലീസിൽ ഇത് പറഞ്ഞിട്ടും യാതൊരുവിധ കാര്യവുമില്ല എന്നാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പോലീസ് നിഷ്ക്രിയമാണ്, അല്ലെങ്കിൽ പോലീസും ഇതിനകത്ത് ഈ വ്യാജമദ്യ ലോബിയുടെ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഏതെങ്കിലും പൊളിറ്റീഷ്യൻസ് ഇതിന്റെ പിറകിൽ ഉണ്ടോ എന്നുള്ള അന്വേഷണമാണ് നടക്കുന്നത്. പൊളിറ്റീഷ്യൻസ് ഇല്ലാതെ അവിടെ ഇത്തരത്തിൽ വ്യാജമദ്യം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് അവിടെയുള്ള നാട്ടുകാർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ വ്യാജമദ്യം ഉണ്ടാക്കുന്ന ആളുടെ പേര് കന്നുക്കുട്ടി എന്നാണ്. ഈ കന്നുക്കുട്ടി എന്ന് പറയുന്ന ആള് മാത്രമല്ല, അയാളുടെ മകൻ,
അയാളുടെ തമ്പി, അതായത് സഹോദരൻ, അയാളുടെ ഭാര്യ, ഇവരെല്ലാവരും ചേർന്നാണ് വ്യാജമദ്യം ഉണ്ടാക്കി പാക്കറ്റിലാക്കി 5 രൂപയ്ക്കും 10 രൂപയ്ക്കും കള്ളുക്കുറിച്ചിയിൽ സപ്ലൈ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ കന്നുകുട്ടിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വ്യാജമദ്യം കുടിച്ച് മരിച്ചവരുടെ വയറ്റിനകത്ത് മെത്തനോൾ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ കെമിക്കൽ എത്തിയിട്ടുള്ളത് കൊണ്ടാണ് അവരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അവരുടെ എല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അല്ലെങ്കിലും വ്യാജമദ്യം കുടിക്കുന്നവരെല്ലാം തന്നെ മെത്തനോൾ ആണ് കൺസ്യൂം ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഈ മെത്തനോൾ തമിഴ്നാട്ടിൽ എവിടെ നിന്ന് വരുന്നു? ഇത് ബാൻ ചെയ്തിരുന്നതാണ്, അതായത് വ്യാജമദ്യ നിർമ്മാണം ബാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ മെത്തനോൾ തമിഴ്നാട്ടിൽ എവിടെ നിന്നും വരുന്നു? ഈ മെത്തനോളിന്റെ ഉറവിടം എവിടെയാണ് എന്നാണ് ഇപ്പോൾ അവിടെ പോലീസ് കണ്ടുപിടിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അങ്ങനെ മെത്തനോൾ എവിടെ നിന്ന് വരുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ള ആ ഒരു നീക്കത്തിൽ കന്നുകുട്ടിയുടെ അനിയനായിട്ടുള്ള ദാമോദരനിലേക്ക് അന്വേഷണം എത്തി. ഈ ദാമോദരനിൽ നിന്നും മിഡിൽ മാൻ ആയിട്ടുള്ള ചിന്നദുരൈ എന്ന് പറയുന്ന ആളിലേക്ക് അന്വേഷണം എത്തി. ഈ ചിന്നദുരൈയിൽ നിന്നും നേരെ അന്വേഷണം മാദേശ് എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ഒരു ഏജന്റ് വഴിയാണ് എത്തിയത്. ആന്ധ്രാപ്രദേശിൽ നിന്നും മെത്തനോൾ തമിഴ്നാട്ടിലെ കള്ളുക്കുറിച്ചിയിലെത്തി അത് വാറ്റി ചാരായമാക്കി ആൾക്കാർക്ക് 5 രൂപയ്ക്കും 10 രൂപയ്ക്കും പാക്കറ്റിലാക്കി കൊടുക്കുന്നു എന്നാണ് പോലീസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആന്ധ്രയിൽ നിന്നും പൊളിറ്റിക്കൽ സഹായമില്ലാതെ ഇതിനകത്ത് തമിഴ്നാട്ടിലേക്ക് ഇത് എത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ആരാണ് ആ പൊളിറ്റീഷ്യൻ എന്ന ചോദ്യവും വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ ഉയരുന്നുണ്ട്. ഈ മെത്തനോൾ എന്ന് പറയുന്ന ഈ ആൽക്കഹോൾ, അതായത് മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയും, ഇത് നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, കള്ളച്ചാരായത്തിലൂടെ അകത്ത് പോയി കഴിഞ്ഞാൽ 30 മിനിറ്റിനകം നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ അലയൊലികൾ ഉണ്ടാകും, അല്ലെങ്കിൽ സിംറ്റംസ് ഉണ്ടാകും എന്നുള്ളതാണ് ഡോക്ടർമാർ മുഴുവൻ പറയുന്നത്. 30 മിനിറ്റിനുള്ളിൽ ആദ്യം സംഭവിക്കുക ശരീരം വേർത്ത് തുടങ്ങും, രണ്ടാമത് ഹാർട്ട് റേറ്റ് കൂടും, മൂന്നാമത് കാഴ്ച, അതായത് വിഷൻ ബ്ലർ ഉണ്ടാകും, കണ്ണിൻ്റെ കാഴ്ച മങ്ങി തുടങ്ങും, 24 മണിക്കൂറിനകം കിഡ്നി ഫെയിലാവും, അതിനുശേഷം ഛർദിലുണ്ടാകും, വയറിളക്കം ഉണ്ടാകും, രക്തം ഛർദ്ദിച്ചു തുടങ്ങും, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കില്ല. അങ്ങനെയാണ് വലിയ രീതിയിൽ മരണം ഉണ്ടാകുന്നത് എന്നാണ് തമിഴ്നാട് പോലീസും അവിടെയുള്ള മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ദാരുണമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ കള്ളുക്കുറിച്ചിയിൽ നിന്ന് ഈ ആൾക്കാരെ കൊണ്ടുവരുമല്ലോ, അതായത് ഈ വ്യാജ ചാരായം അടിച്ച ആൾക്കാരെ കൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കും. ആ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുമ്പോൾ തമിഴ്നാട്ടിലുള്ള മുഴുവൻ മെഡിക്കൽ കോളേജിലെ ടീമുകളും എല്ലാ ആശുപത്രിയിലും പ്രവർത്തിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇവരുടെ കെയർ ടേക്കറായിട്ട് നിൽക്കുന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ കുഴഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അവരും വ്യാജമദ്യം കൺസ്യൂം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അവരും കുഴഞ്ഞു വീഴുകയാണ്. പക്ഷെ വ്യാജമദ്യം കൺസ്യൂം ചെയ്ത ആൾക്കാർ താൻ വ്യാജമദ്യം കുടിച്ചു എന്ന് ഭയം കൊണ്ട് പറയാതിരിക്കുകയാണ്. അതുകൊണ്ട് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുകളെല്ലാം കർശനമായിട്ട് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, നിങ്ങൾ വ്യാജമദ്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളത് പറയുക. നിങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് ആദ്യം ഞങ്ങൾ തരാം. കാരണം നിങ്ങളുടെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്ന മുമ്പേ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെങ്കിലും ഞങ്ങൾക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ തമിഴ്നാട് കണ്ടിരിക്കുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു ദുരന്തമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല, യാതൊരുവിധ തർക്കവുമില്ല. നമ്മുടെ കലാഭവൻ മണിയും മെത്തനോൾ ആൽക്കഹോൾ വയറ്റിനകത്ത് ചെന്നാണ് മരിച്ചത് എന്ന് IPS ആയിട്ടുള്ള ഉണ്ണി രാജൻ പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം കലാഭവൻ മണി കൺസ്യൂം ചെയ്യുന്നത് ബിയറാണ്. ഈ ബിയറിനകത്ത് ഈഥൈൽ ആൽക്കഹോൾ ആണ് ഉള്ളത്. പക്ഷേ കലാഭവൻ മണി കൺസ്യൂം ചെയ്ത ബിയറിനകത്ത് മീഥൈൽ ആൽക്കഹോൾ ആണ് ഉണ്ടായിരുന്നത്. ഓവറായിട്ട് ബിയർ കൺസ്യൂം ചെയ്ത കലാഭവൻ മണിക്കുള്ളിൽ എങ്ങനെയാണ് മീഥൈൽ ആൽക്കഹോൾ എത്തിയത് എന്ന അന്വേഷണം സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചുകൊണ്ടാണ് നിർത്താനായത് എന്നാണ് ഉണ്ണി രാജൻ പറയുന്നത്. കാരണം ഈ ഈഥൈൽ ആൽക്കഹോൾ മാത്രമല്ല ബിയറിലുള്ളത്, ഒരു ചെറിയ ശതമാനം മീഥൈൽ ആൽക്കഹോൾ, അതായത് മെത്തനോൾ കൂടെ ബിയറിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ബിയർ ഓവറായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ ഈ ചെറിയ അളവിലുള്ള മെത്തനോൾ 10ഉം 15ഉം കുപ്പി ബിയർ കുടിക്കുമ്പോൾ ഈ മെത്തനോൾ അകത്തേക്ക് ചെന്ന്, ചെറിയ അളവാണ് പക്ഷേ 15 കുപ്പി ബിയർ നമ്മൾ ഒരുമിച്ച് കുടിക്കുമ്പോൾ അത് വയറ്റിനകത്ത് ചെന്ന് അത് വലിയ രീതിയിൽ, അതായത് 100 mg ബ്ലഡിൽ 30 ഗ്രാം മെത്തനോൾ കലർന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിന് വലിയ കേടാണ്, മരണത്തിലേക്ക് നയിക്കാം എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കലാഭവൻ മണിയുടെ മരണം സംഭവിച്ചത് എന്നാണ് ഉണ്ണി രാജൻ IPS വ്യക്തമാക്കുന്നത്. അപ്പോൾ സമാനമായിട്ടുള്ളൊരു സിറ്റുവേഷൻ, പക്ഷേ ഇവരുടെ വയറ്റിനകത്ത് അല്ലെങ്കിൽ ഇവരുടെ ശരീരത്തിൽ ഈ മീഥൈൽ ആൽക്കഹോൾ എത്തിയിരിക്കുന്നത് വലിയ അളവിലാണ്. അങ്ങനെ വലിയ അളവിൽ തമിഴ്നാട് ഇതുവരെ കാണാത്ത ഒരു വലിയ ദുരന്തം, കള്ളച്ചാരായ ദുരന്തമാണ് അവിടെ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇനി കാര്യത്തിലേക്ക് വരാം. തമിഴ്നാട്ടിൽ ഈ ദുരന്തം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തമിഴ്നാട്ടിലെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയ അണ്ണനായിട്ടുള്ള തളപതിയായിട്ടുള്ള വിജയ് ഇവരെ വന്ന് സന്ദർശിച്ചു. വിജയ് ഇവരെ വന്ന് സന്ദർശിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ്. സകല പൊളിറ്റീഷ്യന്മാരും ഇവരെ വന്ന് സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ ഈ പൊളിറ്റീഷ്യന്മാരെല്ലാം തെരുവിൽ പ്രക്ഷോഭം നയിക്കുന്നുണ്ട്. എടപ്പാടി പളനിസ്വാമിയൊക്കെ കറുപ്പും കൊടുത്ത് നിയമസഭയിൽ വന്ന് വലിയ രീതിയിൽ പ്രക്ഷോഭം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തമിഴ്നാട് സർക്കാരിൻ്റെ പിടിപ്പുകേടാണത്. ഇത്രയും ആൾക്കാർ മരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ BJP അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിജയ് അണ്ണൻ എക്സിൽ ഒരൊറ്റ
ട്വീറ്റിൽ ഈ കാര്യം ഒതുക്കി എന്നുള്ളതാണ് ഒതുക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. വിജയെ പോലെ ഇത്രയ്ക്കും എക്സ്പോഷർ ഉള്ള ഒരു മനുഷ്യൻ, ഇത്രയ്ക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു മനുഷ്യൻ തമിഴ്നാട്ടിൽ ഇത്രയും വലിയൊരു വിഷയം നടന്നിട്ട് സ്റ്റാലിനെതിരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വിമർശനം നടത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകാത്തത്. നമ്മുടെ വിജയ് അണ്ണൻ ട്വിറ്ററിലാണ് ഈ വിമർശനം നടത്തിയിരിക്കുന്നത്. ട്വിറ്ററിൽ വിജയ് അണ്ണൻ ഇട്ട പോസ്റ്റ് ഇതാ ഇങ്ങനെയാണ്: கள்ளக்குறிச்சி மாவட்டம் கருணாபுரம் பகுதியில் கள்ளச்சாராயம் அருந்தி 25 மேற்பட்டோர் காலமாய்ந்த செய்தி மிகுந்த அதிர்ச்சியையும் மனவேதனையையும் அளிக்கிறது. உயிரிழந்தவரின் குடும்பத்தினருக்கு எனது ஆழ்ந்த அனுதாபங்களை தெரிவித்துக் கொள்வதோடு உடல்நலம் பாதிக்கப்பட்டு சிகிச்சையில் பெற்று வருபவர்களுக்கு விரைவில் முழு உடல்நலம் பெற இறைவனிடம் பிரார்த்திக்கின்றேன். கடந்த ஆண்டு இதே நிகழ்வு காரணமாக பல உயிர்களே இயர்ந்த துயரத்திலிருந்து இன்னும் முழுமையாக மீளாத நிலையில் மீண்டும் இப்படி ஒரு சம்பவம் நிகழ்ந்திருப்பது அரசு நிர்வாகத்தில் அலட்சியத்தை காட்டுகிறது. இதுபோன்ற சம்பவங்கள் நிகழாத வண்ணம் இனிமேலாவது தமிழக அரசு கடுமையான முன்னெச்சரிக்கை நடவடிக்கைகளை மேற்கொண்டு തടുക്ക വേണ്ടുമെന്ന് വിലയിരുത്തി കേട്ടുകൊള്ളുകേൻ എന്നാണ് നമ്മുടെ വിജയ് അണ്ണൻ ട്വിറ്ററിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയെങ്കിലും നടക്കാതെ ശ്രദ്ധിക്കണം എന്നാണ് തമിഴ്നാട്ടിലെ അറസിനോട് പറഞ്ഞിരിക്കുന്നത്. 50 പേരുടെ ജീവനാണ് പോയിരിക്കുന്നത്. റീലല്ല റിയൽ ലൈഫ് എന്ന് അണ്ണൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അണ്ണൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി എടുത്ത് മുന്നിലേക്ക് വെച്ച് തമിഴ്നാട്ടിലെ ജനങ്ങളെ സേവിക്കാൻ കിട്ടിയ മികപ്പെറിയ അവസരമാണ് ഇതെന്ന് അണ്ണൻ മനസ്സിലാക്കണം. തെരുവിലിറങ്ങണം, പ്രക്ഷോഭം നടത്തണം. ഇതിൽ അണ്ണൻ്റെ മാതൃക എന്ന് പറയുന്നത് പവൻ കല്യാണാണ് എന്ന് ഞാൻ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം പവൻ കല്യാൺ അവിടെ ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിയെ കുത്തിയാണ് നിർത്തിയത്. ഒരു പാതിരാത്രി പവൻ കല്യാൺ ആന്ധ്രാപ്രദേശിൽ നടത്തിയ പ്രക്ഷോഭം ഇന്നും ആന്ധ്രാപ്രദേശിലെ ജനങ്ങൾക്ക് രോമാഞ്ചം വരുന്നതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. ചുമ്മാ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ജഗൻമോഹൻ റെഡ്ഡിയെ അടിച്ചു താഴെ ഇറക്കാൻ നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ ആന്ധ്രാപ്രദേശിൽ അവർ നടത്തി. അതായത് പവൻ കല്യാണിന്റെ നേതൃത്വത്തിലുള്ള ജനസേന പാർട്ടി നടത്തുകയും അങ്ങനെ അവരെ വലിയ രീതിയിൽ എക്സ്പോസ് ചെയ്യുകയും ചെയ്തു. സ്റ്റാലിനെതിരെയും അണ്ണൻ ഇതുപോലത്തെ പ്രക്ഷോഭങ്ങളൊക്കെ നടത്താലോ. വിജയ് കമലഹാസന്റെ വഴിയിലേക്ക് പോകില്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കമലഹാസൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊത്തടിമയാണ്. അതായത് സ്റ്റാലിൻ്റെ കൊത്തടിമയാണ്. വലിയ പാർട്ടിയൊക്കെ കൊണ്ടുവന്നു. മക്കൾ നീതി മയ്യം എന്ന് പറയുന്ന വലിയ പാർട്ടിയൊക്കെ കമലഹാസൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആദ്യം മറ്റേ ടോർച്ചൊക്കെ ഉയർത്തി കാണിക്കുന്നു, എന്നിട്ട് കുടുംബ ആഴ്ച ഇനി വേണ്ട എന്ന് പറയുന്നു. കരുണാനിധിയാണ് പുള്ളിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവസാനം കുടുംബ ആഴ്ച വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പം സ്റ്റാലിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന കമലഹാസനെയാണ് നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഞാൻ അടിച്ചാൽ താങ്കമാട്ടെ 4 മാസം തൂങ്കമാട്ടെ എന്ന് കമലഹാസൻ പാടി സ്റ്റാലിൻ്റെ അടുത്തോട്ട് പോയപ്പോൾ കമലഹാസൻ്റെ അലവിനെ സ്റ്റാലിനെ അടിച്ച് തിരിച്ച് വിട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് കമലഹാസൻ ഇപ്പോൾ സ്റ്റാലിൻ്റെ പക്ഷമാണ്. നേരത്തെ ചെന്നൈയിൽ ഫ്ലഡ് വന്നല്ലോ. അതായത് ചെന്നൈയിൽ നമ്മുടെ AIADMK ഭരിക്കുന്ന സമയത്ത് ഫ്ലഡ് വന്നപ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ സർക്കാരായിരുന്നു. എന്നാൽ അത് പറഞ്ഞ കമലഹാസൻ ഈ DMK ഭരിച്ചപ്പോഴും ചെന്നൈയിൽ ഫ്ലഡ് വന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നക്കാരനായി കാണിച്ചത് മഴയായിരുന്നു. അതായത് മഴ കാരണമാണ് ഫ്ലഡ് വന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കമലഹാസന്റെ ആ പാതയിലോട്ട് പോകരുത്. വിജയ് കഴിഞ്ഞ ദിവസമാണ് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞത്. പക്ഷേ അതിന് മുമ്പേ തന്നെ ലോകമെമ്പാടും വിജയുടെ സിനിമ റിലീസിന് ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് വേറൊരു കാര്യമാണ്. കേരളത്തിൽ അടക്കമുള്ള വിജയുടെ ആരാധകർ ആഘോഷിക്കുകയാണ്. സോഷ്യൽ മീഡിയയൊക്കെ വിജയിയെ വലിയ രീതിയിൽ ഇതൊക്കെ എടുത്തിട്ട് വിമർശിക്കുകയാണ് എന്നുള്ളൊരു കാര്യം വിജയ് ഓർക്കുക. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, വിജയ് വാ തുറക്കണം. അതായത് ട്വിറ്ററിൽ പ്രതികരിച്ചാൽ പോലെ. ഞാൻ നേരത്തെ പറയും പോലെ ട്വിറ്ററിൽ വിജയുടെ പ്രതികരണം വേണ്ട. നിങ്ങളെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ട് പരിണമിക്കണമെങ്കിൽ വാ തുറക്കണം. സ്റ്റാലിനെതിരെ തെരുവിലിറങ്ങി പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ നിന്ന് പോരാടണം. ട്വിറ്ററിൽ ഞങ്ങൾ അണ്ണം പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതാണ് സമയം. പോരാടാൻ ധൈര്യമുണ്ടെങ്കിൽ വിജയ് മുന്നിലോട്ട് വരണം എന്നുള്ളതാണ് പോയിന്റ്. 50 പേരുടെ ജീവനാണ് അവിടെ പൊലിഞ്ഞു വീഴ്ന്നിരിക്കുന്നത്. 50 പേരെന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയല്ല, ഒരു വലിയ സംഖ്യയാണ്. ഒരാളുടെ ജീവൻ പോലും പോകാൻ പാടില്ല. എങ്കിലും 50 പേരെന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യയാണ്. ഇത്രയും പേർ അവിടെ മരിച്ചു വീണിട്ട് ട്വിറ്ററിൽ ജസ്റ്റ് ഒരു വാക്കിൽ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അണ്ണൻ്റെ ഏത് തരത്തിലുള്ള പൊളിറ്റിക്കൽ നിലപാടാണ്? അപ്പോൾ ഈ നിലപാടും വെച്ചുകൊണ്ടാണോ അണ്ണൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ പോകുന്നത് എന്നാണ് പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയ്ക്ക് നട്ടലില്ലാതെ പൊളിറ്റിക്സിൽ ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അണ്ണൻ്റെ പ്ലാന് വേറെയാണെങ്കിൽ, അതായത് തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും നിന്ന് 2-3 MLA ഒപ്പിക്കണം, അതിനുശേഷം DMKയിൽ ലയിക്കണം, അതാണ് അണ്ണൻ്റെ പ്ലാനെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അത് വേറെ കാര്യം. അതുകൊണ്ട് ആ പ്ലാനും വെച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ പറ്റരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലെങ്കിൽ അണ്ണൻ ഇറങ്ങണം,
തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണം, സ്റ്റാലിനെതിരെ പ്രക്ഷോഭം നയിക്കണം, ഈ 50 പേർക്കുമുള്ള നീതി വാങ്ങിച്ചു കൊടുക്കണം. 50 പേര് മരിച്ച ആൾക്കാർക്ക് 10 ലക്ഷം രൂപ കൊടുക്കാമെന്നാണ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഈ 10 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാലും ഒരാളുടെ ജീവന് 10 ലക്ഷമാണോ വില എന്നുള്ളൊരു ചോദ്യം വരും. കാരണം അമ്മയും അച്ഛനെയും നഷ്ടപ്പെട്ട കുട്ടികളുള്ള ഗ്രാമമാണ് ഇപ്പോൾ കള്ളക്കുറിച്ചി എന്നുള്ളൊരു ആരോപണം വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. വലിയ രീതിയിൽ അനാഥമായിട്ടുള്ള കുട്ടികൾ, കുടുംബങ്ങൾ അനാഥമായി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ 10 ലക്ഷം എന്ന് പറയുന്ന തുക കൊണ്ട് അവരുടെ ലൈഫിനെ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള വലിയ ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ ഈ ഒരു വിഷയത്തിൽ വലിയ അലയൊലികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ആ സമയത്ത് അണ്ണൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ മനുഷ്യനാണ്. അണ്ണൻ ഒരു സിനിമാക്കാരനായിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും പറയില്ലായിരുന്നു. പക്ഷേ താങ്കൾ ഇപ്പോൾ ഒരു അരസിയൽവാദിയാണ്. ഈ അരസിയൽവാദിയായ താങ്കൾ തമിഴ്നാട്ടിൽ ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ട് യാതൊരുവിധ പ്രക്ഷോഭവും നയിക്കാത്തത്, യാതൊരുവിധ സ്ട്രൈക്കും താങ്കൾ അവിടെ നടത്താത്തത് വലിയ രീതിയിൽ അപലപനീയമാണ്. താങ്കളുടെ ഫാൻസിന് പോലും അപമാനമാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. കാരണം താങ്കളുടെ പാർട്ടിയുടെ ബലം എന്താണെന്ന് സ്റ്റാലിനെ കാണിച്ചു കൊടുക്കേണ്ട ഒരു സമയമായിരുന്നു ഇത് എന്നും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.